ഈ ലാഭത്തിൻ്റേതായ അല്ലെങ്കിൽ വളർച്ചയുടേതായ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഞാൻ ആവർത്തിക്കുകയല്ല, 69 കോടി രൂപ മുൻപ് നഷ്ടമായിരുന്നെങ്കിൽ ഇന്ന് 169 കോടിയിലേക്ക് ലാഭത്തിലേക്ക് കുതിച്ചുയരാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രിയും വ്യവസായ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പരിശ്രമം, നിങ്ങൾ ചീഫ് എക്സിക്യൂട്ടീവ് അതുപോലെ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ നേതൃത്വപരമായ പങ്ക്, സർവോപരി ഓരോ സ്ഥാപനത്തിലെയും തൊഴിലാളികളും ജീവനക്കാരും നൽകിയ വിലപ്പെട്ട അവരുടെ സംഭാവന, അവരുടെ കഠിനമായ പ്രയത്നം. അതിൽ തൊഴിലാളി സംഘടനകൾ സംസ്ഥാനത്തും ജില്ലകളിലും ഓരോ പ്രാദേശികമായ സ്ഥാപനങ്ങളിലുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളുടെ പങ്കും അവരുടെ ആ നല്ല സംഭാവനയും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. 172 കോടി രൂപ എക്സൈസ് ഡ്യൂട്ടി ഇനത്തിലും 78 കോടി രൂപ വിൽപ്പന നികുതി ഇനത്തിലും സർക്കാരിന് ഇതിൻ്റെ ഫലമായി വരുമാനം ഉണ്ടാകുന്നു എന്നത് സ്റ്റേറ്റ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ആഗോള മാന്ദ്യത്തിൻ്റെ ഈ കാലഘട്ടത്തിലും സംസ്ഥാന പൊതുമേഖല കൈവരിച്ച ഈ നേട്ടം വിസ്മയകരമാണ്, അനുകരണീയമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ അഭിനന്ദിക്കുകയും അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരിൽ കൂടുതൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. നഷ്ടമുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക എന്നതായിരുന്നു മുൻപ് അനുവർത്തിച്ചു വന്നിരുന്ന നയമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഇതിൽ നിന്നും വ്യത്യസ്തമായി കമ്പനികളുടെ ആധുനികവൽക്കരണത്തിലൂടെയും സാങ്കേതിക വിദ്യ നവീകരിക്കുന്നതിലൂടെയും ബാധ്യതകൾ തീർക്കുന്നതിലൂടെയും ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അവരുടെ പരാതികളും പ്രശ്നങ്ങളും മനസ്സിലാക്കി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതൊക്കെ യോജിച്ച ചർച്ചകളിലൂടെ അതിനൊക്കെ പരിഹാരം കാണുന്നതിലൂടെ കൃത്യമായ അവലോകനത്തിലൂടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക്, ലാഭത്തിലേക്ക്, നല്ല ഒരുറച്ച നിലനിൽപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. LDF സർക്കാർ കൈക്കൊള്ളുന്ന ഈ നിലപാട് രാഷ്ട്രീയപര ഏറ്റവും നേട്ടമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതിന് കൂടുതൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇന്ന് ലാഭത്തിലെത്തിയ സ്ഥാപനങ്ങളുടെ അതേപോലെ മറ്റു സ്ഥാപനങ്ങൾ കൂടി ഇപ്പോൾ നഷ്ടം അല്ലെങ്കിൽ ഇനിയും മെച്ചപ്പെടണം എന്ന് പറയുന്ന സ്ഥാപനങ്ങൾക്ക് കൂടി ഈ രീതിയിലുള്ള ഒരു ദിശാബോധത്തോടു കൂടി നല്ല സപ്പോർട്ട് എല്ലാ അർത്ഥത്തിലും കൊടുത്തുകൊണ്ട് അവരെയും ലാഭത്തിലേക്കും നല്ല പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ കൂടി നമുക്ക് കഴിയണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൈവരിച്ച ഈ തിളങ്ങുന്ന നേട്ടത്തിന് പ്രവർത്തിച്ച തൊഴിലാളികളെയും ജീവനക്കാരെയും സ്ഥാപന മേധാവികളെയും ഇതിന് നേതൃത്വം കൊടുത്ത വ്യവസായ വകുപ്പിലെ എല്ലാ തലങ്ങളിലും ഉദ്യോഗസ്ഥരെയും പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യവസായ മന്ത്രിയെയും ഒക്കെ എൻ്റെ അകമഴിഞ്ഞ അനുമോദനം ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. 2 കാര്യങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ ലാഭകരമായി നമ്മൾ പോകുന്ന വ്യവസായങ്ങളുടെ പട്ടിക ഈ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇന്നത്തെ ലേഖനം അതൊക്കെ നമ്മൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകളിലേക്കൊക്കെ എത്തിച്ചു നോക്കുമ്പോൾ ഇനി ലാഭത്തിൽ അല്ലെങ്കിൽ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട വ്യവസായങ്ങളുടെ പട്ടിക പറയുന്നുണ്ട്. അതിന് വേണ്ട ഒരു പദ്ധതി ഇവിടെ തയ്യാറാക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ ഞാൻ ഒരു എടുത്തു പറയാനും ഇവിടെ ആഗ്രഹിക്കുന്ന 1-2 പ്രതിസന്ധികൾ ശ്രീ ബാലകൃഷ്ണനും ഒക്കെ ആയിട്ട് ഞങ്ങളെപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിത്. മന്ത്രിയും ഞാനും എപ്പോഴും അതിൽ ശ്രദ്ധാപൂർവ്വം ഇടപെടുന്നതാണ്. നമ്മുടെ 1-2 ഇൻഡസ്ട്രി കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പുതിയ ഇൻഡസ്ട്രിയെക്കുറിച്ചും മറ്റ് രീതികളൊക്കെ പറയുമ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പരമ്പരാഗത വ്യവസായം, നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി, അതിൽ പല മേഖലകളിലും മെച്ചപ്പെട്ട സ്ഥിതി വരുന്നുണ്ടെങ്കിലും കുറെ കൂടി ഒരു കോൺസെൻട്രേറ്റ് നമ്മുടെ ഒരു കേന്ദ്രീകരണം, അവിടെയും നമുക്ക് വൈവിധ്യവൽക്കരണവും കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരാൻ ആ വ്യവസായങ്ങൾ ഓരോന്നും നേടുന്ന പ്രത്യേകമായുള്ള പ്രതിസന്ധികൾ മനസ്സിലാക്കി കൂടുതലൊരു ശ്രദ്ധ കൊടുക്കണം. അതിന് വ്യവസായ വകുപ്പ് നല്ല മുൻകൈ എടുക്കുന്നുണ്ട്. കുറച്ചുകൂടി അതിനൊരു കൂട്ടായ ചർച്ചയും ഏത് രീതിയിലാണ് കഴിയുക എന്ന് ഒരു നിർദ്ദേശമായിട്ട് ഞാനിവിടെ പറയാൻ വേണ്ടി പറയുന്നില്ല. ഓരോ ഇൻഡസ്ട്രിക്ക് അതിൻ്റേതായ പ്രതിസന്ധികളുണ്ടാകും. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം മാത്രമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വളരെ ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ഒന്നായതുകൊണ്ടാണ് പറയുന്നത്. ഓട് വ്യവസായമാണ്. കേരളത്തിലെ ഓട് വ്യവസായം നേരിടുന്ന ഒരു പ്രതിസന്ധി
ഏറ്റവും കൂടുതൽ ഒടു വ്യവസായമുള്ളൊരു മേഖലയിലുള്ള ഒരു തൊഴിലാളി പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. എന്താണ് അതിന് പരിഹാരം? അതിൻ്റെ റോ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് കളിമണ്ണ്, അതിൻ്റെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നം, ഇതൊരു വലിയ ലാൻഡ് ഓർഡർ പ്രശ്നമാണ്. ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നു. ഒരു ഭാഗത്ത് തൊഴിലാളികൾ, ഏറ്റവും ചെറിയ കൂലിയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ, അവരുടെ തൊഴിൽ, അവരുടെ ജീവിത ഭദ്രത, അതിനോടുള്ള താല്പര്യവും ആ ഉത്കണ്ഠയൊക്കെ ഉള്ള ആൾക്കാരാണ് ഞാൻ. അപ്പോൾ ആ ഇൻഡസ്ട്രി നിലനിർത്തണം. മറുഭാഗത്ത് ആ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ കളിമണ്ണാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഒരു കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനെന്തെങ്കിലും നമുക്കൊരു ഓട് വ്യവസായം അടച്ചു പൂട്ടുക എന്നത് അതിൻ്റെ വഴിയല്ല. കേരളത്തിൽ 5 ലക്ഷത്തോളം വീടുകളാണ് ഈ ഗവൺമെൻറ് ഈ 2 വർഷം കൊണ്ട് നിർമ്മിക്കാൻ ഒരുപാട് പദ്ധതികളിലൂടെ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നു. സൗജന്യമായി ഏറ്റവും സാധുക്കൾക്കും ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും പണിത് കൊടുക്കുന്നത് ഏകദേശം 5 ലക്ഷത്തോളം വീടാണ്. എത്രയോ പുതിയ പുതിയ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ വരുന്നു. അപ്പോൾ ഓട് ഇൻഡസ്ട്രി, ടൈൽ ഇൻഡസ്ട്രി ഏറ്റവും അത്യാവശ്യമായി നിലനിൽക്കേണ്ടതാണ്. അതിലത്തെ തൊഴിലിൻ്റെ മാത്രം പ്രശ്നം കൊണ്ട് മാത്രമല്ല ഞാൻ പറയും, നന്നേ മതിയാകൂ. ആ തൊഴിലാളികളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ കൂലിയിൽ ജോലി ചെയ്തു വരുന്നവരാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, അതും ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നൊരു ഒരു മേഖലയായതുകൊണ്ടാണത്. ഈ 2 കാര്യവും എൻ്റെ മനസ്സിനെ കുറച്ച് കൂടുതൽ അലട്ടുന്ന വിഷയമായതുകൊണ്ട് പറഞ്ഞു മാത്രം. മറ്റുള്ളതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയല്ല. ടെക്സ്റ്റൈൽ, പിന്നെ പത്രത്തിൽ ഒരു തൊഴിലാളി ആത്മഹത്യ ചെയ്തതിൻ്റെ ഒരു വാർത്ത വന്നു. ഭഗവതി ടെക്സ്റ്റൈൽസിലെ ചിറ്റൂർ മേഖലയിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായാലും പ്രൈവറ്റിലുള്ള ഏറ്റവും കൂടുതൽ പ്രതിസന്ധി പ്രൈവറ്റിലാണ് നേരിടുന്നത് എനിക്ക് തോന്നുന്നത്. മറ്റേ ഗവൺമെൻറ് കുറേ സപ്പോർട്ട് ചെയ്ത്, ഗവൺമെൻറ് നല്ലവണ്ണം അനുഭവത്തോടു കൂടിയുള്ള സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് പിടിച്ചു നിൽക്കുന്നു. എന്നാലും ടെക്സ്റ്റൈൽ വ്യവസായം നമ്മുടെ സ്റ്റേറ്റിൽ വലിയ ഒരു പ്രതിസന്ധി, ഓരോ ദിവസം കഴിയും തോറും ആ പ്രതിസന്ധി കൂടുകയാണ്. അപ്പോൾ ടെക്സ്റ്റൈൽ വ്യവസായം നിലനിർത്താൻ, കൂടുതൽ മെച്ചപ്പെടുത്താൻ ഏതു വിധത്തിലാണ് കഴിയുക എന്നതിനെക്കുറിച്ചുള്ള, അത് നമ്മുടെ ഈ വർഷത്തെ പ്രത്യേകിച്ച് ഏറ്റവും മാതൃകാപരമായി ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വലിയ ഒരു പ്രചോദനം കിട്ടിയതാണ് വ്യവസായ വകുപ്പിൻ്റെ, പിന്നീട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ, മന്ത്രിസഭ തന്നെ ചർച്ച ചെയ്തെടുത്ത തീരുമാനം, ഇൻഡസ്ട്രീസ് വകുപ്പിൻ്റെ മുൻകൈയിൽ വന്ന കുട്ടികളുടെ ഖാദി വസ്ത്രം, അതുപോലെ കൈത്തറി വസ്ത്രമൊക്കെ ധരിക്കണം, ജീവനക്കാർ ധരിക്കണം. അതിന് കിട്ടിയ പിന്തുണ, അതിന് കിട്ടിയ വലിയ സ്വീകാര്യത വളരെ വലുതാണ്. ഖാദി കൈത്തറി ഇൻഡസ്ട്രിക്ക് കിട്ടിയ, അല്ലെങ്കിൽ ആ മേഖലയോട് കാണിച്ച ഗവൺമെൻറ്റിൻ്റെ താല്പര്യം, അതൊന്നും വേണ്ട പോലെ ജനങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. എന്നാലും അവിടെ ബന്ധപ്പെടുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം, ഖാദി വ്യവസായത്തിനോടും കൈത്തറി വ്യവസായത്തിനോടും സംസ്ഥാന വ്യവസായ വകുപ്പും ഗവൺമെൻറ്റും കാണിച്ച ഈ താല്പര്യം, അതൊക്കെ 10,000-കണക്കിന് പാവപ്പെട്ട അതിലൊക്കെ പണിയെടുക്കണ തൊഴിലാളികളുടെ ഹൃദയത്തിൽ തട്ടിയ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഇവിടെ ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ വലിയ പ്രതിസന്ധി. അതുകൊണ്ട് ഏറ്റവും നല്ല കഴിവും ബുദ്ധിപരമായും മറ്റെല്ലാ തരത്തിലും സാങ്കേതികമായും ഒരുപാട് കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയും കഴിവുള്ള ഒരു മേഖല പ്രവർത്തിക്കുന്ന നിങ്ങളായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന രൂപത്തിൽ തന്നെയാണ് പറയുന്നത്, ഈ ഓട് വ്യവസായം പരമ്പരാഗത വ്യവസായം എന്ന രീതിയിൽ നിലനിർത്താനും പിന്നോട്ട് പോകാതിരിക്കാൻ, അതിൽ വലിയ പുരോഗതി എന്ന് ആവശ്യപ്പെടുകയല്ല ഞാൻ, നമുക്കതൊന്ന് പിടിച്ചു നിർത്തി കൊണ്ടുപോകാൻ ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ വന്ന, കാരണം വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യവൽക്കരണവും ആവശ്യവും ഡിമാൻഡും ഒക്കെ വർദ്ധിക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് ആ മേഖലയിൽ പുറകോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച, അതിനെക്കുറിച്ചുള്ള ഒരു ഉയർന്ന തലത്തിലുള്ള ആലോചനകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട നേരിട്ടിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇവിടുത്തെ വിഷയം അല്ലെങ്കിലും വ്യവസായ വകുപ്പിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം സമ്മേളിക്കുന്ന ഒരു സമ്മേളനമായതുകൊണ്ടാണ് ഞാനിതിവിടെ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ട് എന്നെനിക്കറിയാം. കൂട്ടായി ആ രീതിയിലുള്ള ഒരു ചർച്ചകൾ ഒക്കെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും നല്ല നേട്ടം കൈവരിച്ച
നിങ്ങൾ ഓരോരുത്തരെയും ഞാനും വളരെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമുള്ള അനുമോദനങ്ങൾ അറിയിക്കുന്നു. ഓരോ സ്ഥാപനത്തിലും മുൻപൊരിക്കൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥാപനത്തിലും വിപുലമായ തൊഴിലാളികളെയൊക്കെ വിളിച്ചുകൂട്ടി, തൊഴിലാളി നേതാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി, പൊതുജനങ്ങളെ അറിയിച്ച് ഈ സ്ഥാപനങ്ങളുടെ ഓരോ നേട്ടവും നാട്ടുകാരെയും ജനങ്ങളെയും അറിയിക്കുകയും ഈ സന്തോഷത്തിൽ അവർക്ക് കൂടി ഒരു പങ്കാളിത്തവും ഒക്കെ ഉണ്ടാകണം. അതിനൊക്കെ നല്ല അധ്വാനം ചെയ്ത പ്രിയപ്പെട്ട എല്ലാ തൊഴിലാളികളെയും ഓരോ സ്ഥാപനത്തിലുള്ള തൊഴിലാളികളെയും വിശേഷിച്ച് ഞാൻ എൻ്റെ അനുമോദനവും സന്തോഷവും അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായതിൽ ഒന്നുകൂടി നന്ദി പ്രകടിപ്പിക്കും. താങ്ക് യു സർ. Minister for Industries and Commerce, Principal Secretary Industries, Chairman Rehab, Special PS to Minister Industries, Additional PS to Minister Industries, Additional Secretary Industries, the officers from the Industries Department, Government of Kerala, Managing Directors of PSUs under the Industries Department, and the senior officers who have assembled here. A very good morning to all of you, and I consider this as a privilege to be here again to give a snapshot of the performance of PSUs. The format of the presentation will be a first few slides will be on the overall performance, followed by a sector-wise quick high-level analysis, and followed by individual company presentations. Now, as we go along during the presentation, we may have slightly detailed discussions, as required by the Honorable Minister, on certain specific high-level issues which need to be flagged and then proceeded further to ensure that the performance improvements which we have brought about in the state public sector are not elastic, which means I think we need to sustain the performance, the good performance, and then take it further. The profit-making units will have to increase their contribution, their profits, and certain units which are still in the red, perhaps because of some sectoral issues, should also come above the bottom line. Now, this is a snapshot of the overall performance. Now, we have proceeded far from 2005-06 figures. A quick recap. I'm not reading out the figures because it's very clearly visible. This one. Two screens on the sides. Now, 12 units to 28 units out of 41 enterprises as of now that are considered for review. Now, basically that change is because of the removal of Travancore sugars and chemicals from our list. It has been given to the taxes department. So that's where the reduction has come. Now, overall profits made by profit-making units, 28 profit-making units, it's 222 crores, which has been offset by a loss made by 13 loss-making units. Now, the overall figure is a net profit of 169.45. The profits have doubled, and that performance of the state public sector, now thanks to the contribution of the managing directors, the officers, the trade unions, it has been excellent, marvelous, impeccable. So that's where we have doubled our profits. But we need to move further, basically because of the paid up capital investments in the companies, 925 crores.
Now, we need to aim at a capital output ratio of somewhere around at least 1:4, because some of the funds have gone for funding accumulated losses. So maybe aiming at a 3,200 crore turnover at the end of 2010-11. So we need to have a preparatory phase, the capital upgradation, the tweaking of the productivity indicators, discussions, negotiations, so on and so forth. So that's where, now though we have a very good performance, the capital output ratio is not as desired, just staggering around, say, 2:1. Now the accumulated losses have taken a very heavy toll, 1128. But often we get requests from some of the companies to fund the accumulated losses. The accumulated losses have already been funded, and that's where the companies exist as of now, because through governmental support. Now that's clearly the gross block of fixed assets, 1166. Now that includes substantial fund infusion by the banks, which have settled through one-time settlements by the government. So that's where some poor performance has been balanced by the governmental support. Sundry creditors of 209, sundry debtors of 389 overall, because now even the collections is sufficient to bring in the kind of modernization that we can have. 389 crores out of billing, what has been billed is with others. Money is not with us. Now, statutory dues, now, even though it's a very, a single digit figure, dues to PF is alarming, 5 crores. Dues to ESI, 1.22 crores is alarming. So even when we have a very good performance, there are some islands of concern, basically in the area of debtors and statutory dues. Now these are the profit making units. KMML, excellent performance by KMML. Because KMML, I remember at a point of time when we had an excise duty, what you call the customs duty, protection of nearly 240%, the company had made only a profit of 100 crores. The only I pronounce in italics. Basically because now at a time when the duty is again a single digit figure, we have a profit of 71 crores. So you just look at the type of internal efficiency gearing which has happened during the past 1 year in KMML. This month KMML has made a profit of nearly 12 to 13 crores during a month. So I think KMML stands clearly out of even among the profit making units. Malabar Cements, excellent performance. Telk, which was put for divestment, Telk is now making a profit of around 30 crores this year. KSADC, electronics, Keltron. Now Keltron nearly 20 crores, but they have a cushion to do some provisioning this year. So Keltron, good performance. SIFL, continuously for 2 years they have been getting the best performing PSU award. SIFL. KSI has got some good plans in their anvil. The erstwhile KSO is being structured. A new unit with state-of-the-art technology. KSI does it. Sitco catches up during the last quarter of every year. So I think we expect them to do it right from the beginning. KEL, yes, some concerns in the initial stages, but overall they have managed to make decent profits of around 2.5 crores. Now this is a very silent performer, Kerala Clays and Ceramic Products, paying dividend to the government continuously for I think more than 20-25 years. A unit which has been taken over from the private sector because it made losses and paying dividend to the government on 25 years. But generally I have a feeling that some of these success stories are not getting highlighted as it should be. I think we should also think in terms of documentation, some academic industry linkages to ensure that I think the students also tell these success stories to the next generation, papers, so on and so forth. TCL, good reserves at some point of time, but again made losses, but now I think has come out very well. Kerala Ceramics has come out very well. This is a wonderful success story of United Electrical Industries. I just staggered at around 5 to 6 crores turnover 2 years back, and now making a turnover of more than 50 crores with half the manpower. That's incredible performance. Handicrafts Development Corporation. Our only lady managing director runs around very hard, and then I think the new areas, they have recently opened a counter in the Trivandrum airport. Turnover of more than 10 crores, they're doing well. Metal Industries, I think the first PSU, 1928.
I think they are performing up to the mark during the past 2 years. So that's where we have the 15 company list. Now, Keltron Component Complex, Traco, Bamboo, Silk, Steel Complex, TCC, Forest Industries, Keltron Electroceramics, Kelpan, this is the list of 28. Here there's a problem because the list of profit-making units is somewhat like a comet. We have some stars at the head of the comet, and the profit is tapering towards the tail. I think we need to now improve this position, because towards the tail, I think we would have some worries. Profits of thousands, profit of a few lakhs. I think we need to tweak it a little bit. So for the next year. Now, loss-making enterprises, textiles, Kerala Automobiles, still KSDP. So I think there are some issues related to the sector, the increasing price of cotton, now not so much improvements in yarn, the drawbacks in terms of the fluctuations in terms of duty, the dollar rate fluctuations. So that's where we have the list of profit-making, loss-making units. We need to improve considerably in these sectors. Now these are, say, 7 units which have crossed 100 crores turnover. I'm just not reading out the list.